ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ നേട്ടം സംഭവിക്കുന്നുവെന്നത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യം ഏതാണ്ട് 98 100ലേക്ക് കോൺഗ്രസ് കുതിച്ചെത്തുന്നു. 100 സീറ്റുകൾ എന്നത് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസകരമായ ഫലമാണ് എന്ന് കൂടി ചേർത്ത് വായിക്കണം. BJPക്ക് വലിയ തിരിച്ചടി ദേശീയ തലത്തിൽ നേരിടുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. BJP ഒറ്റയ്ക്ക് ഏതായാലും ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഘടകകക്ഷികളെ ചേർത്തുള്ള ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വരും. അതിനിടെ അടൂർ പ്രകാശിന്റെ ലീഡ് വീണ്ടും കുറഞ്ഞിരിക്കുന്നു. 827 കുറഞ്ഞിരിക്കുന്നു അടൂർ പ്രകാശിന്റെ ലീഡ്. ആറ്റിങ്ങലിൽ ടൈറ്റ് മത്സരം, മാറി മറിയുന്നു ലീഡുകൾ. ആറ്റിങ്ങലിന്റെ ഫലം മാറി മറിയുന്നു. 1000-ൽ താഴെ വീണ്ടും അടൂർ പ്രകാശ് എത്തുന്നു. 2000-ന് മുകളിൽ ലീഡ് നേടിയ ആറ്റിങ്ങലിൽ വീണ്ടും താഴേക്ക് വരികയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആറ്റിങ്ങലാണ് ഇപ്പോൾ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. ആറ്റിങ്ങിൽ എന്ത് സംഭവിക്കുന്നത് പ്രവചനാതീതമാണ്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് ഫലസൂചനകൾ ലഭ്യമായി കഴിഞ്ഞു. തിരുവനന്തപുരത്തും ചില മുന്നേറ്റങ്ങൾ BJP കാഴ്ചവെക്കുന്നുണ്ട്.